What you need, Twan? What you need? അങ്ങനെ പാട്ടുപാടി വന്നെന്നോ? ഇതൊക്കെ സിനിമയിൽ മറ്റേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാവുന്ന് ഞാൻ കരുതിയില്ല. എന്റെ പൊന്നമ്മൂസെ, സത്യം എനിക്കിപ്പോഴും സംശയ ഞാൻ ഇവിടെ തന്നെയാണോ ജീവിക്കണേന്ന്. നിനക്കിതൊക്കെ കേൾക്കുമ്പോ ചിരി, ഞാൻ ഇവിടെ കിടന്ന് പുകയ. അപ്പനും ഇച്ചായമാരെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യം കട്ട പുകയാ. ചിരിച്ചോണ്ട് നിൽക്കാതെ എന്നൊരു സൊല്യൂഷൻ പറഞ്ഞാടി. ഒരു വഴിയുണ്ട്. എന്താ? പുള്ളി എന്തായാലും ഈ സിനിമയിലെ നായകന്മാരൊക്കെ പാട്ടുപാടി വരുന്ന പോലെയല്ലേ പുള്ളി വരുന്നത്. അപ്പോ നായികമാരെന്താ ചെയ്യുന്നേ? അതും നീയും ചെയ്യണം. പ്രോബ്ലം സോൾവ്. ആ നടക്കുന്നൊരു വയ്യേ ഒരു സൊല്യൂഷൻ ചോദിക്കുമ്പോഴത്തേക്കും അതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? എങ്ങനെങ്കിലും അയാളെ പുറകെ നിർത്തണം. അതിനിപ്പോ എന്തൊരു വഴി അത് പറയും. അതിപ്പോ ഞാൻ പറഞ്ഞിട്ടോ നീ പറഞ്ഞിട്ടോ ഒന്നും മാറാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ നിർത്തണമെന്ന്, എന്നിട്ട് നമ്മൾ നിർത്തുന്നുണ്ടോ? ദാറ്റ് മീൻസ് നീ യെസ് പറയാതെ പുള്ളി ആ പുറകെ നടത്താൻ നിർത്തൂലെന്നർത്ഥം. എന്ന് വെച്ച് ഞാൻ യെസ് പറയണോ? അങ്ങനെയല്ല, വേണമെങ്കിൽ യെസ് പറഞ്ഞാ പുറകെ നടത്തി നിർത്താലോ. എന്നാ വേറൊരു വഴിയുണ്ട്. എന്താ? നിന്റെ അപ്പനോട് ചെമ്മനോടും കാര്യം പറയണം. അയ്യോ അത് വേണ്ട. എന്ത്? നിനക്കറിയില്ല എന്റെ അപ്പനെ ഇച്ചായമാരെയൊക്കെ. ഇതെങ്ങാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചേക്കുവല്ല. ഇച്ചായമാരുടെ അടി കൊള്ളാൻ പാകത്തിന് പുള്ളിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ പാവത്തിന് ഇടി വാങ്ങി കൊടുക്കണേ? അതും പറ്റൂല ഇതും പറ്റൂല. പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല മോളെ. എന്റെ മാതാവേ, ഇതിന്റെ ഒരു സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിച്ചു തന്നൂടെ? ഇലയ്ക്കും മുള്ളിനും കേട് വരാതൊരു സൊല്യൂഷനാ ഞാൻ മുന്നേ പറഞ്ഞത്. എന്ത്? നീ പറയണം? പൊടി, നിനക്കെല്ലാം തമാശയാ. വെച്ചിട്ട് പൊടി. ഗുഡ് മോർണിംഗ്. എന്തായി? അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഓ എഴുതി. നീ എഴുതിയോന്ന് ചോദിച്ചാ തട്ടിക്കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വായിച്ചു നോക്കുമ്പോ അറിയാം അങ്ങനെ ഇനി എന്തൊക്കെ വെട്ടി കുത്തുന്നു. നീ എന്താ നോക്കുന്നത്? ഇല്ലടി, അങ്ങനെ വന്നു നോക്കിയതാ. കാണാൻ കൊതിയാവുന്നുണ്ടോ? പറഞ്ഞു. വേഗം വാ, ബെല്ലടിക്ക സമയം. Good morning, sir. Good morning. Can I ask you something? Yeah, sure. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, സാർ ഭയങ്കര ഹാപ്പി ആണല്ലോ. എന്താ കാരണം? സമയാവട്ടെ പറയാം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹലോ. ഹായ്. ദീപ്തിയല്ലേ? അതെ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഒരു പെണ്ണിന്റെ പേര് കണ്ടുപിടിക്കാൻ എത്ര പാട്. ഓ, കോഴിയല്ലേ? ഇല്ലടി, കഴുകൻ. നീ പിച്ച് ചെയ്ത് തിന്നാൻ വന്നതാ. കോഴിയാണ് പോലും. കഴുത്താൽ എന്തോ വെടി കിടക്കുന്നേ. ഈ ഐ ഡി കാർഡ് കണ്ടാ പേര് വായിച്ച് മനസ്സിലാകത്തില്ലടി പൊട്ടി പൊട്ടിക്കൊള്ളി. എന്റെ അടുത്ത് എന്തിനാ വെറുതെ ചൂടാകുന്നേ? അതിനേത് ചൂടായി? ഞാൻ വന്നാ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ബൈ. പിന്നെ കാണാവേ. ഐ ലൈക്ക് ഇറ്റ്. എന്ത്?
മനുഷ്യ പാത്താ ரொம்ப அழகா இருக்கு. ഏതയാള്? അത് അർജുൻ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. സാറിന് ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ കിട്ടിയുള്ളൂ. സുഹൃത്തക്കോഴി അത് ആദ്യം തോന്നുന്ന ഈ ശീലയിക്കോളൂ. ഓഹോ, അപ്പൊ അയാൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? എങ്ങനെ സഹിക്കുന്നതിനൊക്കെ ഇതൊക്കെ രസമല്ലേ? ഇവിടെ വേറെ ഫണ്ണിയാ. ഇതാണോ ഫണ്ണി? കുമാരമാണ് വരട്ടെ, ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. കഴുകനാണ് പോലും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇന്നു കിട്ടിയ അസൈൻമെന്റ് എന്ത് കഷ്ടമാന്ന് നോക്കണേ. അസൈൻമെന്റ് എഴുതി ചാവത്തേ ഉള്ളു. നോക്കിക്കോ, പോരാതിന് നാളെ റെക്കോർഡ് വെക്കണം. ഇതൊക്കെ എപ്പോഴും തീർക്കാൻ എന്റെ ദൈവമേ. നീ എന്തേ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതില്ല. നീ കേട്ടോ? കേട്ടു. എന്ത് റെക്കോർഡ് നാളെ സബ്മിറ്റ് ചെയ്യാനല്ലേ? അതന്നെ. നാളെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം, അസൈൻമെന്റ് വെക്കണം. അപ്പൊ ഇന്ന് ഉറക്കമില്ലെന്ന് അർത്ഥം. അതിന് നാളെ ക്ലാസ്സിലല്ലോ, നാളെ ശനിയാഴ്ചയല്ലേ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഞാൻ ആ കാര്യം വിട്ടേ പോയി. അപ്പൊ ഇന്ന് കിടന്നു, എന്നിട്ട് നാളെ ഇരുന്നത് അതിലെന്നല്ല. നീ എന്താ? മറ്റേ പുള്ളിയെ നോക്കാതിരിക്കല്ലേ? പൊടി കിടന്നു വായങ്ങോട്ട്. കുഞ്ഞാവേ, എന്റെ അമ്മ, ഞാൻ അമ്മയോട് പല വട്ടം പറഞ്ഞിട്ടേക്ക് കുഞ്ഞാവെ വിളിക്കില്ലെന്ന്. കൊറേ നാളത്തേക്ക് ഇല്ലാണ്ടിരിക്കായിരുന്നു. അപ്പൊ അത് പിന്നെ കുഞ്ഞാവെ വിളിച്ചിട്ട് വന്നേക്കണേ. നീ എനിക്ക് എന്നും എന്റെ കുഞ്ഞാവേ അല്ലേടാ. എന്ത് കഷ്ടമാന്ന് നോക്കണേ. ഇവിടെ വിളിച്ചത് പോട്ടെ, ഇതെങ്ങാനും എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വിളിച്ചിട്ടുണ്ടെങ്കിലാ. എന്തെടുക്കാൻ എന്നെങ്ങനെ ഉണ്ടായിരുന്നു? കൊഴപ്പില്ലായിരുന്നു അമ്മ. അമ്മ ഫുഡ് കഴിച്ചോ? കഴിച്ചു. നീയോ? ഇല്ലമ്മ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക. എന്താ ഉണ്ടാക്കുന്നേ? കഞ്ഞിയും പയറും. കൊള്ളാം, നല്ലതാ. എന്തേ മഹാൻ അവിടെ ഇല്ലേ? മഹാൻ ഇവിടെ ഉണ്ട്, കുളിക്കാൻ പോയേക്കാം. ഇപ്പൊ വരും. അവനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേരി. ഓ ആയിക്കോട്ടെ. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? പിന്നെ എല്ലാവർക്കും സുഖം. ഉത്സവം വരുന്നതിന്റെ തിരക്കിൽ എല്ലാവരും. നിനക്ക് വരാൻ പറ്റുമോടാ? ഞാനൊന്നും പറഞ്ഞല്ലേ, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും എങ്ങാനൊരു അവധി കിട്ടിയ വാ കേട്ടോ. അമ്മയ്ക്ക് കാണാൻ കൊതിയാവുന്നുണ്ടാ. അമ്മയ്ക്ക് മാത്രല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവിടെ എല്ലാവർക്കും നിന്നെ കാണാൻ കൊതിയാവുന്നുണ്ട്. വരാം, ഞാൻ വരാം. എന്നാ ഉണ്ടാക്കി പെറുക്കി വെള്ളം എടുത്ത് തിന്നാൻ നോക്ക്. ശരി അമ്മ, ഞാൻ വെക്കുവാണേ. ശരി എന്നാ. അർജുൻ, ഫോട്ടോ എടുക്കാൻ എനിക്ക് വിശക്കുന്ന. ഉടനെ എടുത്തു തരാം. ഞാൻ നിന്റെ ഭാര്യയോ? വേണോ എപ്പോ എടുത്ത് കഴിക്കണം. കൊണ്ടോ സ്നേഹിലൊക്കെ കിട്ടി. എന്റെ ഉറ്റ സുഹൃത്തിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നീ ഇതൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്ന ഒരു കാലം വരൂടാ. അന്നേ നീ എന്റെ വില മനസ്സിലാക്കത്തുള്ളൂ. ഡയലോഗ് പഠിച്ചത് നീ വേണപ്പെടുത്ത് കഴിക്കാൻ നോക്ക്. നാളെ എന്താ പരിപാടി? നാളെ ഓഫീസിൽ പോണം. അവധിയില്ലല്ലോ മോനെ. വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ചെറിയൊരു പണിയുണ്ട്. എന്ത് പണി? പല്ലിനാണല്ലോ. അയ്യോ, ഇതിപ്പോ എന്തിനാണ്? ഹലോ, എന്നോടി. മരക്കോടൻ അവിടെ ഉണ്ടോ? ഉണ്ട്. എന്തേ? നീ എത്ര തവണ ഫോൺ വിളിച്ചെന്നറിയോ? എന്തായാലും ഫോൺ എടുത്താ? എടി, അവനിപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. എന്ന് വെച്ച് ഫോൺ കണ്ടു കഴിഞ്ഞാൽ അറ്റൻഡ് കാര്യം പറഞ്ഞൂടെ? നിന്റെ ഫോൺ എവിടെ? കുത്തിയിട്ടേക്കുക. സൈലന്റ് ആയിരിക്കും. നന്നായി. ഞാൻ അതിനോട് 100 ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ സൈലന്റ് ആക്കി ഇടല്ലെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. എന്നോട് ഇതൊന്നും പറയണ്ട. നീ അവനോട് എന്നെ നേരിട്ട് പറ. അല്ല, നീ വെച്ചു. ഹലോ, നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ സൈലന്റ് ആക്കി വെക്കില്ലെന്ന്? നിങ്ങൾ ചെവിയില്ലെന്ന് എത്ര തവണ പറഞ്ഞു ഞാൻ? അത് ഫോൺ കുത്തിയിട്ടേക്ക് വരുന്നതായിരുന്നു. 24 മണിക്കൂർ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ.
ഇനി പവീനെ വിളിച്ചു വാ, ഞാൻ ഇപ്പൊ ബാക്കി പറയാം. അല്ല പവി, ഹലോ. വെച്ച് നീ എനിക്കണ്ട, നിനക്കും ഇതുപോലെ വരും. അപ്പൊ ഞാൻ പറയാട്ടാ. ഓ അല്ല, നമ്മൾ എന്താ പറഞ്ഞേ? നാളെ വൈകിട്ട് എന്താ പരിപാടി? ഒരു മിനിറ്റ്. ചിപ്പു ഏത് മറ്റേതാ? ഹലോ സാർ. എന്നെ ചിപ്പു, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞേ ഈ ഓഫീസിൽ പോലെ ഇതല്ലേ ഈ സാറുകളി? അല്ല, അതിപ്പോ അങ്ങനെ ശീലിച്ചില്ലേ, അതുകൊണ്ടാ. പുതിയ ശീലങ്ങൾ വരുത്ത്. ശ്രമിക്കാം. എന്താ വിളിച്ചേ? അതെ, ആ മെയില് സെൻഡ് ചെയ്യാൻ നോക്കിട്ട് പറ്റുന്നില്ല. എന്തു പറ്റി? അറിയില്ല, മെയിൽ ബ്ലോക്കാന്നാ പറയുന്നേ. എന്നാ പിന്നെ എനിക്കത് ഫോർവേഡ് ചെയ്യേ, ഞാൻ അയക്കാം. അല്ല ജോ, ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണല്ലോ. എന്നാ പിന്നെ മെയിൽ അയക്കേ, ഞാൻ നോക്കട്ടെ. ശരി. അച്ഛൻ ഫുഡ് കഴിച്ചോ? ഓ, കഴിച്ചോണ്ടിരിക്ക. അയ്യോ സോറി, ഡിസ്റ്റർബ് ആയോ? ഇത് ആവശ്യമുള്ള കാര്യത്തിന്റെ, കുഴപ്പമില്ല. ചിപ്പു കഴിച്ചോ? ഓ കഴിച്ചല്ലോ. ചിപ്പു ആരത്? അത് രമോയ, എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ ഓ, അജുവിന്റെ കൂടെ താമസം? നാളെ ഫ്രീ ആണിച്ചാ വൈകിട്ടൊക്കെ പോരെ. ഞാൻ താമസിക്കുന്നിടം കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ശ്രമിക്കാം. ഞാൻ വരാൻ നോക്കാം. ശരിയെന്നാ ജു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Environmental movements emerge against the social injustice and environmental problem stemming from unscientific development. They primarily target the harm caused by major activities like large-scale irrigation projects, industries, mining and deforestation. Environmental movements emerge against the social injustice and environmental problems stemming from unscientific development. They primarily target the harm caused by major activities like large-scale irrigation projects, industries, mining and deforestation. കുഞ്ഞേച്ചി പഠിച്ചു. കുഞ്ഞേച്ചി പഠിച്ചു. എന്തോ ആലോചിച്ചോണ്ടിരിക്കോ? ഞാൻ പഠിച്ചു. എന്ത്? മൊബൈലൈസേഷൻ. പറ എന്താ? ദ നേഷൻ ഫയർ വർക്സ് ഫോം. അത് മുന്നേ പഠിച്ചല്ലേ. ഇതാ മൊബൈലൈസേഷൻ, പീപ്പിൾ ഫ്രോം എൻവയോൺമെന്റ്, അതിന്റെ റീസൺസ്. അതാ പഠിച്ചേ. കുഞ്ഞേച്ചി എന്നല്ലേ ഇത് പറഞ്ഞത്? കിളി പോയാ? ഓക്കെ നീ പറ. Environmental movements emerge against the social injustice and environmental problem stemming from unscientific development. They primarily target the harm caused by major activities like large-scale irrigation projects, industries, mining and deforestation. അടുത്ത പഠിക്കും. എന്തൊരു മൈൻഡില്ലാത്ത. അടുത്തേതാ പഠിക്കണ്ടേ? ഇങ്ങോട്ടോ? എന്താ? ഒന്നുമില്ല. ഇപ്പഴത്തെ പേജെടുത്ത് ഇവിടെ കളിക്കുന്നോ? അല്ല സോറി. കുഞ്ഞേച്ചി ഓക്കെ അല്ലേ? എന്തോ പറ്റിയല്ല. ഇനി എന്നാ റൈറ്റ് ടു ഇൻഫോർമേഷൻ മൂവ്മെന്റ് പഠിക്കും. ഇത് ഇമ്പോർട്ടന്റ്. ഇതാ ദ റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ തൊട്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2020 അല്ല 2005 അവിടെ വരെ പഠിക്കും. അയ്യോ ഉത്തരം പഠിക്കണോ? പിന്നല്ല, ഇതെല്ലാം ഇമ്പോർട്ടന്റാ. ഓക്കെ കുഞ്ഞേച്ചി, ഞാൻ നാളെ ഇത് പഠിച്ചോളാം. നാളെ അവധിയല്ലേ, ഞാൻ നാളെ പഠിച്ചോളാം പ്ലീസ്. ശരി. രക്ഷപ്പെട്ടു. എന്നാലും അതില്ലല്ലോ സംതിങ് മിനി. മന്ദാരമേ ചെല്ല ചെന്നാമരേ നീ ഒന്നാടിയോ മണ്ണിൽ മൂളുന്ന രാവിൽ. മറ്റേ വർക്ക്സ് ഒക്കെ തീർത്തായിരുന്നോ? തീർത്തു സാർ.
ഗുഡ്. ഇനി എന്തെങ്കിലും സൈൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവരാൻ പറ. അർജുനുണ്ട് ഇവിടെ. ഉണ്ട്. എന്ത് മൂട്ട തീ പിടിച്ചോണ്ട് ഓടുന്നേ? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. എന്താ കഴിഞ്ഞ? എന്താ നിങ്ങളെ കഴിഞ്ഞത്? കഴിഞ്ഞു. എന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാവോ? എന്തടാ? എടാ എന്തടാ മനുഷ്യനെ പേടിപ്പിക്കുന്ന കാര്യം പറടാ. എടാ അവന്റെ പെങ്ങളാടാ അവള്. ഏതവന്റെ? ജെറി. എല്ലാം കൊണ്ടും നീ നല്ല ആളെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നിനക്ക് അവാർഡ് തരണോ? അവാർഡ്? അപ്പൊ ഞാനൊരു യുദ്ധത്തിന് റെഡി ആവണല്ലേ? ഓഫ് കോഴ്സ്. ഒരു യുദ്ധം കഴിഞ്ഞാൽ പാട് എനിക്കേ അറിയത്തുള്ളൂ. ഡാ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ? ചെറിയല്ലേ? അതെനിക്കൊരു വിഷയമല്ല. ചെറിയ വിഷയമല്ലായിരിക്കും, പക്ഷെ അവന്റെ അപ്പൻ അങ്ങനെയൊരു വിഷയമാ. അതൊന്നും എനിക്കൊരു വിഷയമല്ല. നീ നോക്കിക്കോ, ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും. ആര്? ആ കൊച്ച് നീ വിളിച്ച ഇറങ്ങി വരുമെന്ന്? എടാ ആ കൊച്ച് സെബാസ്റ്റ്യന്റെ മോളാ. ഏത് സെബാസ്റ്റ്യൻ ആണെങ്കിലും ശരി, ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും. നീ നോക്കിക്കോ. ചിരിപ്പിക്കാതെ പോണവർക്കാണത്. അവള് നേടി എസ് പോലും പറഞ്ഞിട്ടില്ല. ആ അവളാണോ നീ വിളിച്ച് ഇറങ്ങി വരും എന്ന് പറയണേ? ഇപ്പൊ എസ് പറഞ്ഞതെന്ന് വെച്ച് നാളെ അവൾ എസ് പറഞ്ഞാലോ? എന്നാ പിന്നെ കാക്ക മലന്ന് പറക്കും. കാക്ക മലന്ന് പറക്കുകയും ചെയ്യും, അവൾ എസും പറയും. കാണും നിനക്ക്? ആ കാണണം. കളിക്കട്ടോ. അതൊക്കെ സമ്മതിച്ച് അങ്ങേരുടെ കയ്യിൽ നിന്ന് അടിങ്ങ വാങ്ങിച്ചിട്ട് വന്നാലേ തിരുമാൻ ഞാൻ നിൽക്കില്ലട്ടാ. തിരുമാൻ അവള് വന്നോളൂ. ഓ അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതേ അവസ്ഥ എനിക്കും വരില്ലേ? പവി ക്ലാരമ്മച്ചി, അമ്മച്ചി അകത്ത് വെക്കോ, ഞാൻ ചെടിക്ക് വെള്ളം വെച്ചോളാം. അയ്യോ കുഞ്ഞ് വേണ്ട, കുഞ്ഞിനപ്പ കണ്ടാലോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. എനിക്ക് ബോറടിച്ചിട്ട് അമ്മച്ചി. ശരി. കാണാൻ നോക്കുന്നേ. മന്ദാരമേ ചെല്ല ചെന്താമരേ നീ എന്നോടെ. കുഞ്ഞേച്ചി അല്ലേ അത്? കുഞ്ഞേച്ചി? ആ ഇതെന്താ പതിവില്ലാതെ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്നു? എന്താ ക്ലാരമ്മച്ചിക്ക് വയ്യേ? അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മച്ചി അടുക്കളയിലുണ്ട്. എനിക്ക് ബോറടിച്ചപ്പോ അന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു. സംതിങ് ഒഴിച്ചോളാം. ആ പിന്നെ ക്ലാരമ്മച്ചി ചായ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാ വന്ന് കഴിക്കാൻ നോക്ക്. ആ നീ വെക്കൂ, ഞാൻ വരാം. ഓക്കെ ബൈ. മന്ദാരമേ ചെല്ല ചെന്താമരേ നീടിയോ മഞ്ഞൾ മൂളുന്ന രാവിലെ ഇന്നോളമേ മന്ദാരമേ ചെല്ല ചെന്താമരേ നീ. ഒക്കെ എഴുതി കഴിഞ്ഞിടേ, പക്ഷെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡാ. പഠിക്കാനൊന്നും പറ്റുന്നില്ലേ? ആകെ കൂടെ എന്തോ ഒരു അസ്വസ്ഥതയാ. അതെങ്ങനെയാ? സമയത്തും കാലത്തും കടന്നുറങ്ങത്തൂല്ല, ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെങ്ങനെയാ? ഓ തുടങ്ങി. നീ ഒന്ന് വെച്ചിട്ട് പോയേ. നിന്നെ വിളിക്കാൻ എന്നെ വേണം ആദ്യം തല്ലേ. പോ വെച്ചിട്ട്. ഹലോ വെച്ച്
ഇത് വരോ? ഹലോ. ഹലോ കൺമണി, എന്തെടുക്കോ? ഈ നമ്പർ എങ്ങനെ കിട്ടി? ഒരു പെണ്ണച്ചൻ നമ്പർ കിട്ടാനാണ് ഇത്ര മാത്രം പാട്. എന്നാലും ഇതൊന്നും അത്ര ശരിയല്ല. ഒരാൾ അനുവാദം ഇല്ലാതെ എങ്ങനെ നമ്പറൊക്കെ കുത്തി വിളിക്കുന്നേ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്റെ അറിവിലില്ല. എന്നാ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തെടുക്കുമായിരുന്നു? പഠിച്ചോ? അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റൂലേ? പഠിച്ചില്ല. അതെന്താ? അല്ല, ഞാൻ പഠിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞാ ശരി, രണ്ടാമത് പറഞ്ഞോളാം. അല്ല, ഞാൻ പഠിച്ചു, പക്ഷെ തലയിലൊന്നും കയറുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ അങ്ങനെ തമ്മിൽ സംസാരിക്കാൻ പറ്റാറില്ലല്ലോ. എന്തോ ഈ ശബ്ദം കേൾക്കണം തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. പഠിക്കല്ലേ? ഇരുന്ന് പഠിച്ചോ. ഗുഡ് നൈറ്റ്. ബൈ. ഹലോ. ഓയ് കൺമണി, അതെ, ഈ ഡോറം തുറക്കോ? ഡോറോ? ഇവിടെ ഇവിടെ എന്താ? എന്റെ കർത്താവ് ക്ഷമിച്ചായേ, ഒന്ന് വന്ന് തുറക്കടേ. എന്റെ ദൈവമേ, എന്താ ഇത്? കൺമണി, എന്താ ഇവിടെ? ഇവിടുത്തെ പോ. അപ്പയച്ചമാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന് കളിക്കാം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അപ്പനിച്ചമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്നത്. ഇനി എന്നെ കൊണ്ട് അടി വാങ്ങിപ്പിക്കാനാണോ? അടി വാങ്ങിപ്പിക്കാൻ നോക്കിയപ്പോരെ. എന്റെ ദൈവമേ, ഇവിടുന്ന് പോ പ്ലീസ്. അതിന് ഞാനിപ്പോ വന്നല്ലോ, ഉടനെ തന്നെ പോകാൻ പറ്റൂ? അതൊന്നും ശരിയാവത്തില്ല. അനിയത്തിക്ക് പഠിക്കാൻ വരും, കണ്ടു കഴിഞ്ഞാൽ സീനാവും. അനിയത്തി വന്നോട്ടെ, എന്നിട്ട് പിടിച്ചിട്ട് പോക്കോട്ടെ. കുഞ്ഞേച്ചി, കഥക് തുറക്കേ. അവള് വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ല അവളിപ്പോ വരുമെന്ന്. അവളോട് വിവരം പറ. ഇവിടെ പോയി വിളിക്ക്. അതിനിപ്പോ എവിടെ പോയി വിളിക്കാം? ഇവിടെ പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, പേടിച്ച് വീടിന്റെ അടി കയറിയിരിക്കാം. എന്നാ പിന്നെ കഥവും തൊട്ടിട്ട് ഞാൻ എല്ലാവരും വിളിച്ചു വരുത്താം. മതിയോ? വിളിക്കാം. ഇനി നേരിട്ട് കാര്യം ചോദിക്കാലോ. കളിക്കത്ത് വീടിന്റെ അടി കയറിയിരിക്കും. കുഞ്ഞേച്ചി, ദൈവമേ. ഞാൻ പോയി വാള ഓർക്ക് അവിടെ തന്നെ നോക്കിക്കോളാം. കുഞ്ഞേച്ചി, ദാ വരണു. എന്താന്നോ? എത്ര തവണ ഞാൻ വിളിച്ചു. അത് ഞാൻ എഴുതുമായിരുന്നു. എന്നിട്ട് ബുക്കൊന്നും കാണുന്നില്ലല്ലോ. അത് ഞാൻ എടുത്തു വെച്ചു. എങ്ങോട്ടാ വീട് പോകുന്നേ? പഠിക്കാൻ. ഇന്ന് ശരിയാഴ്ചല്ലേ? ഇന്ന് പഠിക്കണ്ട, നാളെ പഠിക്കാം. ഇന്ന് ബാക്കി പഠിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ എന്തായാലും പഠിക്കണ്ട, എനിക്ക് കുറെ എഴുതാണ്ട്. പിന്നെ എനിക്ക് റെക്കോർഡ് എഴുതാനുണ്ട്, അസൈൻമെന്റ് കുറെ ഉണ്ട്. നമുക്ക് നാളെ പഠിക്കാം. നാളെയോ? നാളെ പഠിക്കാം. വേണ്ട കുഞ്ഞേച്ചി, ഇന്ന് പഠിക്കാം. എന്നിട്ട് നമുക്ക് നാളെ വെറുതെ ഇരിക്കാം. അതൊന്നും പറ്റില്ല, എനിക്ക് കുറെ എഴുതാണ്ട്. നീ പോയി 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 പോയി. കുഞ്ഞേച്ചി പ്ലീസ് പ്ലീസ്, പോ. എന്താ നോക്കുന്നു? ഒന്നുമില്ല. ഹലോ, എങ്ങോട്ടാ? ഇവിടെ ഇരിക്കുന്നു. ഇരിക്കാനോ? ഇരിക്കലൊന്നും വേണ്ട, വേഗം പോയി. എന്താ കൺമണി ഇത്? ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിൽ വരുന്നത്, എന്നിട്ട് ഇങ്ങനെയാണോ? നല്ല വരവ് തന്നെ. വീട്ടിലൊളിച്ച് മൊത്തം കയറി വന്നിട്ട് ഞാൻ സൽക്കരിക്കണല്ലേ? നീ ഇവിടെ ഇരിക്കേ. പിന്നെ അതിനൊക്കെ വേറെ ആളെ നോക്കണം. ഓക്കെ, ഞാൻ വന്നതല്ല പ്രശ്നം. പോയേക്കാം. 2-3 ദിവസമായി നേരിട്ട് കണ്ട് സംസാരിക്കാൻ തോന്നി. അതുകൊണ്ട് വന്നത്.
ഏയ് ഫോൺ ഇഷ്ടമില്ലെന്നും ഇതിനോടും താല്പര്യമില്ലെന്നും 100 1,000 വട്ടം നീ പറഞ്ഞാലും എന്നെ തേടുന്ന നിന്റെ കണ്ണുകളുണ്ടല്ലോ, അതൊരിക്കലും പറയില്ല.